ക്ഷീരവികസന വകുപ്പിന്റെയും സംസ്ഥാനത്തെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 2017 ജനുവരി 28, 29, 30 തീയതികളിൽ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ വെച്ച് സംസ്ഥാന ക്ഷീരസംഗമം നടക്കുകയുണ്ടായി. ജനുവരി 28 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് മേലെ പട്ടാമ്പി മൈതാനത്ത് വെച്ച് സംഘാടക സമിതി ചെയർമാൻ കൂടിയായ പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ പതാക ഉയർത്തി മേളയ്ക്ക് തുടക്കം കുറിച്ചു. കേരളത്തിന്റെ ക്ഷീരമേഖലയ്ക്ക് സമഗ്ര സംഭാവന നൽകുന്ന പാൽ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിന്റെ കാർഷിക മേഖലയിൽ മുൻപന്തിയിലുള്ള പട്ടാമ്പിയിൽ വെച്ച് കേരളത്തിലെ ക്ഷീരമേഖലയിലെ എല്ലാവരും ഒത്തുചേരുകയായിരുന്നു ഈ 3 ദിവസവും. ക്ഷീരമേഖല അവഗണിക്കപ്പെട്ടുകൂടാ എന്നും ആ മേഖലയിലെ 88% വരുന്ന കർഷകർ സാധാരണക്കാരും ഇടത്തരക്കാരും ചെറുകിട ഫാം നടത്തുന്ന ആളുകളുമാണ് എന്നുള്ളതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ കാർഷിക മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാൻ കൂടെ ഉദ്ദേശിച്ചാണ് ഈ ക്ഷീരസംഗമം നടക്കുന്നത്. സമഗ്ര ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് ഇദം പ്രഥമമായി ഈ മേഖലയിലെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ് ഡയറി എക്സ്പോ സാംസ്കാരിക നിയമ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വകുപ്പ് മന്ത്രി ശ്രീ A.K. ബാലൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരമേഖലയിലെ ശാസ്ത്രീയ സാങ്കേതിക നൂതന ന്യൂജൻ പ്രവണതകൾ ക്ഷീരസംഗമ പ്രതിനിധികൾക്കും കാർഷിക വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും നേരിൽ കണ്ടറിയുന്നതിനും അവ പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കുന്നതിന് ഈ മേഖലയുമായി ബന്ധപ്പെട്ട കർഷകർക്കും സംരംഭകർക്കും പ്രാപ്തി നൽകുന്ന തരത്തിൽ രാജ്യത്തു തന്നെ എല്ലാ മികച്ച സ്ഥാപനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കേരള ഡയറി എക്സ്പോ സംഘടിപ്പിച്ചത്. കേരള ഡയറി എക്സ്പോ ഇത് ആദ്യത്തെ ഒരു സംരംഭമാണ്. അതിവിടെ ഈ മണ്ഡലത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ പ്രത്യേകം സജ്ജമാക്കിയ സംവിധാനം ചെയ്ത ഈ പരിസര പ്രദേശത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടാക്കിയത് പ്രിയപ്പെട്ട സ്ഥലം MLA ശ്രീ മുഹമ്മദ് മുഹസീനാണ്. വൈവിധ്യമുള്ള പരിപാടികൾ പങ്കെടുപ്പിച്ചുകൊണ്ട് അതാത് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരവബോധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇവിടെ ക്ഷീരമേഖലയിലെ ശാസ്ത്രീയ സാങ്കേതിക മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇതിനെ പരിചയപ്പെടുത്തുക, അവരെ പഠിപ്പിക്കുക. അതോടൊപ്പം തന്നെ ക്ഷീര കർഷകരെ കൂടുതൽ ആകർഷിക്കുന്ന മേഖലയാക്കി ക്ഷീരമേഖലയെ മാറ്റിയെടുക്കുക. വിവിധ തീറ്റപ്പുല്ലിനങ്ങളുടെ പ്രദർശനം പ്രധാന കവാടത്തിനരികിലായി സ്ഥാനം പിടിച്ചു. കൃഷിസ്ഥലമില്ലാതെ കർഷകർക്ക് തീറ്റപ്പുൽ കൃഷി ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയായ ഹൈഡ്രോപോണിക്സ് തീറ്റപ്പുല്ലും പ്രദർശന സ്റ്റാളിൽ ക്ഷീര കർഷകരുടെ തിരിച്ചറിവിലേക്കായി ഒരുക്കിയിരുന്നു. ശുദ്ധമായ പാൽ സംസ്കരണത്തിന്റെയും വിതരണത്തിന്റെയും വിപുലമായൊരു ശൃംഖലയുടെ ശ്രദ്ധേയമായ വളർച്ച കാട്ടിത്തരുകയായിരുന്നു മിൽമയുടെ സ്റ്റാൾ. സംസ്ഥാന ക്ഷീര കർഷക സംഗമം പട്ടാമ്പി വെച്ച് ഇന്നും നാളെയും നാളത്തെ കഴിഞ്ഞുമായി നടത്തപ്പെടുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് പാലുൽപാദനത്തിൻ്റെ കാര്യത്തിൽ 2 വർഷത്തിനുള്ളിൽ നമ്മുടെ സംസ്ഥാനത്തെ സ്വയം പര്യാപ്തതയിലെത്തിക്കുമെന്ന നിശ്ചയദാർഢ്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന വകുപ്പിനെയും ക്ഷീരസംഘങ്ങളെയും മിൽമയും മൃഗസംരക്ഷണ വകുപ്പിനെയും എല്ലാം ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് കർമ്മ പദ്ധതികൾക്ക് രൂപം കൊടുത്തുകൊണ്ട് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ക്ഷീര കർഷകർ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ മേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ഈ ഗവൺമെൻറ് നിശ്ചയിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ്. സംസ്ഥാന ക്ഷീരസംഗമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ക്ഷീര കർഷകർക്ക്
അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ വന്ന് കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും ആയതിന് പരിഹാരം കാണുന്നതിനുമുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ്. ഈ ക്ഷീരസംഗമം 3 ദിവസങ്ങളിലായിട്ടാണ് പട്ടാമ്പി വെച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൃഷിവകുപ്പ് ഒരുക്കിയ ഫലവൃക്ഷ തൈകൾ വാങ്ങാനും ആസ്വദിക്കാനും തിരക്കോട് തിരക്കായിരുന്നു. രാവിലെ മുതൽ രാവേറെ നീളും വരെ മേളയിൽ മുഴുകി ഒഴുകുന്ന ജനമനസ്സുകളിലെ തികഞ്ഞ തൃപ്തി മേളയുടെ സാക്ഷാത്കാരമായി മാറി. സംസ്ഥാനത്തെ മുഴുവൻ ബ്ലോക്കിൽ നിന്നും ക്ഷീരകർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആദ്യമായി കർഷക പാർലമെന്റ് സംഘടിപ്പിച്ചു. സംസ്ഥാനത്തിലെ പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിൽ എത്തുന്നതിനുള്ള കർമ്മ പരിപാടികൾക്ക് രൂപം കൊടുക്കുന്നതിനായി സംസ്ഥാനത്തെ എല്ലാ ക്ഷീര വികസന യൂണിറ്റുകളുടെയും പ്രവർത്തന പരിധിയിൽ നിന്നും തെരഞ്ഞെടുത്ത ക്ഷീര കർഷകർ കർഷക പാർലമെന്റിൽ പങ്കെടുത്തു. ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത കർഷകന് താൻ പ്രതിനിധീകരിക്കുന്ന ബ്ലോക്കിലെ ക്ഷീരവികസന, മൃഗസംരക്ഷണ, പാൽ സംഭരണ വിപണനം തുടങ്ങിയ മേഖലകളിലെ വിവിധ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് കർഷക പാർലമെന്റിൽ അവസരം ലഭിച്ചു. ഈ ക്ഷീരസംഗമത്തിൻ്റെ ഒരു പ്രത്യേകത മുമ്പില്ലാത്ത വണ്ണം കർഷക പാർലമെൻറ്റ് കൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കർഷക പാർലമെൻറ്റിൽ ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തൊട്ടാകെയുള്ള 163 ബ്ലോക്കുകളിൽ നിന്നായി ഓരോ പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഓരോ ബ്ലോക്കിൽ നിന്ന് ഓരോ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക. ആ ബ്ലോക്കിൽ ക്ഷീരകർഷകർ അനുഭവപ്പെടുന്ന അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ, ഇതെല്ലാം പ്രായോഗികതയുടെ അടിസ്ഥാനത്തിൽ അവർ ഈ പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം. അങ്ങനെ അവതരിപ്പിക്കുന്നതെല്ലാം കൂടെ ക്രോഡീകരിച്ച് അതിൽ ഉടനടി ചെയ്യാവുന്നത്, പരിഹാരം കാണാവുന്നത്, പിന്നീട് നയപരമായി തീരുമാനങ്ങൾ എടുത്തു ചെയ്യേണ്ടതുണ്ടാകും, ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ക്യാബിനറ്റിൻ്റെ പൊതുവായ അംഗീകാരത്തോടുകൂടി ചെയ്യേണ്ടതുണ്ടാകും, പൊതുവായ അഭിപ്രായ സ്വരൂപണം നടത്തിക്കൊണ്ട് നടപ്പിലാക്കേണ്ട കാര്യങ്ങളുണ്ടാകും. അങ്ങനെ ഷോർട്ട് ടൈമായിട്ടും ദീർഘാടിസ്ഥാനത്തിലും ചെയ്യേണ്ട, അധികാരികളുടെ ശ്രദ്ധയിൽ വരേണ്ട വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങൾ അവിടെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യപ്പെടും. ക്ഷീരവികസന വകുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംസ്ഥാന തലത്തിൽ വനിതാ ക്ഷീര കർഷക സെമിനാർ സംഘടിപ്പിച്ചത്. ക്ഷീര കർഷക രംഗത്ത് നിലനിൽക്കുന്ന 90% വനിതാ ക്ഷീര കർഷകർക്ക് ക്ഷീര കർഷക ക്ഷേമനിധിയിലോ കാലിത്തീറ്റ സബ്സിഡി സ്കീമിലോ ഇതര സഹായ പദ്ധതികളിലോ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. തിരിച്ചറിയപ്പെടാതെ പോകുന്ന വനിതാ കർഷകരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് സ്ത്രീ ശാക്തീകരണം അനിവാര്യമായിരിക്കുന്നു. നമ്മളുടെ ഇപ്പോഴുള്ള പാലുൽപാദനം എല്ലാ കർഷകർക്കും ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ഒരു 20% നിലവിലുള്ള ഇൻപുട്ട് കൊണ്ട് തന്നെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. നല്ല പരിശീലനം ലഭിച്ചെന്നാൽ തീർച്ചയായിട്ടും എല്ലാ കർഷകർക്കും അതിനുള്ള ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. നിലവിൽ ഈ പരിശീലന കേന്ദ്രത്തിൽ കൊടുക്കുന്ന പരിശീലനങ്ങൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, പശുക്കളെ വളർത്തുന്ന സയൻറ്റിഫിക് രീതിയിൽ എങ്ങനെയാണ് പശുക്കളെ വളർത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് 6 ദിവസത്തെ പരിശീലനം, അതുപോലെ തന്നെ തീറ്റപ്പുൽ കൃഷിയെക്കുറിച്ച് 2 ദിവസത്തെ പരിശീലനം, ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷനെക്കുറിച്ച് 2 ദിവസത്തെ പരിശീലനം, കൂടാതെ മിൽക്ക് പ്രോഡക്റ്റ് പാല് ഡൈവേഴ്സിഫൈ ചെയ്ത് വിവിധ പ്രോഡക്റ്റുകളാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അതുകൂടാതെ തന്നെ VHSCയിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ, അത് പ്രോഡക്ട്സ്, ക്ലിനിക്കൽ ന്യൂട്രീഷൻ, അതുപോലെ തന്നെ ഫുഡ് പ്രോസസ്സിങ്, ഈ മേഖലയിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ഈ പ്രോഡക്ട്സ് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ക്ലാസ്സുകൾ ഞങ്ങൾ നിലവിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ എല്ലാ കർഷകരുടെ ട്രെയിനിങ് സെഷനിലും ഇവർക്ക് നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകളും ഞങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. കർഷകരെല്ലാം ഇതിൽ വളരെ സംതൃപ്തരാണ്. കൂടുതൽ സമയം ഇവർക്ക് ട്രെയിനിങ് വേണമെന്നുള്ളതാണ് കർഷകരുടെ ഫീഡ്ബാക്കിൽ നിന്ന് അവർ ആവശ്യപ്പെടുന്നത്. അപ്പം സർക്കാർ തലത്തിൽ കൂടുതൽ ഇതിനുള്ള അവസരങ്ങൾ ഫണ്ടും ലഭ്യമാക്കിയാൽ തീർച്ചയായിട്ടും നിലവിലുള്ള പ്രൊഡക്ഷൻ നമുക്കൊരു 20% വർദ്ധിപ്പിക്കാൻ ഈ ട്രെയിനിങ് സെൻ്ററുകളുടെ ട്രെയിനിങ് കൊണ്ട് സാധിക്കുമെന്ന് കുറച്ച് വിശ്വസിക്കുന്നു. ക്ഷീരമേഖലയുടെ പ്രാധാന്യവും സാധ്യതകളും മനസ്സിലാക്കിക്കൊണ്ട് നിരവധി യുവ സംരംഭകർ ഈ മേഖലയിലേക്ക് കടന്നുവരുന്നുണ്ട്. ഇവർക്ക് പ്രയോജനമാവുന്ന രീതിയിലും മാർഗദർശകമാകുന്ന രീതിയിലുമാണ് ഈ ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് യുവ കർഷക സംഗമം സംഘടിപ്പിച്ചത്. ക്ഷീര മേഖലയിലെ
യുവസംരംഭകത്വത്തിന്റെ സാധ്യതകൾ എന്നാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. പുതിയ ഒരു യുഗത്തിലാണ് നമ്മളെല്ലാവരും. സംരംഭകത്വത്തിന്, ഓണ്ടർപ്രണർഷിപ്പിന് വലിയ പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും സംരംഭകത്വ സാധ്യതകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മുടക്കുമുതലിൽ നിന്നും എത്രത്തോളം വരുമാനം ലഭിക്കുമെന്ന് തന്നെയാണ്. ഈ ഒരു സാധ്യത ക്ഷീരമേഖലയിൽ എത്രത്തോളം പ്രയോജനപ്പെടുത്താം, ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതൊക്കെയാണ് സാധ്യതകൾ, എങ്ങനെ ഇതിൽ നിന്നും മുന്നേറാം, എങ്ങനെ ഈ സുസ്ഥിര മേഖലയെ കൊണ്ടുപോകാം എന്നതിനാണ് ഞാൻ കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നത്. മേളയിലെ മറ്റൊരു ആകർഷണമായിരുന്നു കന്നുകാലി പ്രദർശന മത്സരം. നമുക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന തനതു പശുവർഗ്ഗങ്ങളെ ക്ഷീര കർഷകരിലെ പുത്തൻ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ച് സംഘടിപ്പിച്ചതാണ് കന്നുകാലി പ്രദർശന മത്സരം. മുതുമല ക്ഷീരസംഘം പരിസരത്ത് സംഘടിപ്പിച്ച കന്നുകാലി പ്രദർശന മത്സരത്തിൽ വിവിധ സ്ഥലങ്ങളിലായി ക്ഷീര കർഷകർ കൊണ്ടുവന്ന 175ഓളം വിവിധ ഇനത്തിൽപ്പെട്ട പശുക്കളാണ് പ്രദർശന മത്സരത്തിൽ പങ്കെടുത്തത്. പുതുതലമുറയെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനായിട്ടാണ് കന്നുകാലി പ്രദർശന മത്സരം സംഘടിപ്പിച്ചത്. ഇന്നത്തെ കാലിക വിഷയമായ A1, A2 മിൽക്ക് സംബന്ധിച്ചും എന്താണിത് തമ്മിലുള്ള വ്യത്യാസം, നാടൻ പശുക്കളുടെ മിൽക്കിനുള്ള ഗുണമേന്മ എന്ത്, മറ്റു പശുക്കളുടേത് അപേക്ഷിച്ച് ക്രോസ് ബ്രെഡ് പശുക്കളുടേത് അപേക്ഷിച്ച് നാടൻ പശുക്കളുടെ പാലിനുള്ള ഗുണമേന്മ എന്താണ് A2 മിൽക്ക്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഇവിടെ വളരെ വിശദമായി ചർച്ച ചെയ്യുകയും വളരെ സജീവമായി ക്ലാസ് കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഫുഡ് സേഫ്റ്റി ചാലഞ്ചസ്, ഫുഡ് സേഫ്റ്റി ആക്ട് നടപ്പിലാക്കുന്നതിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെ എന്നും, അതോടൊപ്പം എങ്ങനെയാണ് ഒരു ഡയറി ഇൻഡസ്ട്രിയിൽ ക്വാളിറ്റി അഷ്വർ ചെയ്യുക, ഗുണമേന്മ ഉറപ്പാക്കിക്കൊണ്ട് എങ്ങനെയാണ് നമ്മൾ പാശ്ചുരീകരണം നടത്തുക എന്നും മറ്റും വളരെ ടെക്നിക്കലായിട്ടുള്ള ക്ലാസ്സുകൾ ഈ എക്സ്പോയോടനുബന്ധിച്ച് നടന്ന ടെക്നിക്കൽ സെഷനിൽ, സ്റ്റേറ്റ് ഡയറി സെമിനാറിൽ വിദഗ്ധർ കൈകാര്യം ചെയ്യുകയുണ്ടായി. ഏതൊരു കാർഷിക മേളകളും പൂർണ്ണമാവുന്നത് അത് പൊതുജനങ്ങൾക്കും കൂടി പ്രയോജനകരമായി സംഘടിപ്പിക്കപ്പെടുമ്പോഴാണ്. ഈ മഹാമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച തിരുവനന്തപുരം RCC സൗജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പും അഹല്യ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും ഇതിൽ പങ്കെടുത്ത ക്ഷീര കർഷകർക്കും പൊതുജനങ്ങൾക്കും കൂടി പ്രയോജനകരമായി മാറി. അവസാന ദിവസമായ ജനുവരി 30 സാംസ്കാരിക ഘോഷയാത്രയോടുകൂടിയാണ് ആരംഭിച്ചത്. തുടർന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ക്ഷീരസംഗമം ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിച്ചു. രണ്ടു വർഷത്തിനുള്ളിൽ ക്ഷീരകാര്യത്തിൽ സംസ്ഥാനത്തെ സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്നുള്ളതാണ്. ഇത് നാം ഒത്തുപിടിച്ചാൽ നിശ്ചിത കാലയളവിനുള്ളിൽ തന്നെ നേടാൻ കഴിയുന്ന ഒരു ലക്ഷ്യമാണ്. കാരണം സംസ്ഥാനത്ത് പാലുൽപാദനത്തിൽ നമ്മുടെ ആവശ്യകതയ്ക്ക് പൂർണ്ണമായി ഒത്തുപോകുന്നില്ലെങ്കിലും മറ്റു പല മേഖലയെയും അപേക്ഷിച്ചാൽ അതിനേക്കാളെല്ലാം കൂടുതലായ തോതിൽ ഉൽപാദനം നടക്കുന്ന മേഖലയാണ് പാലിൻ്റെ രംഗം. നമുക്ക് വേണ്ട പാലിൽ നല്ലൊരു ഭാഗം നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമ്മൾ ഭക്ഷിക്കുന്ന മറ്റ് ഇനങ്ങളെടുത്താൽ അരിയുടെ കാര്യം പറയാനില്ല, പച്ചക്കറിയുടെ കാര്യം നമ്മൾ വളരെ പുറകിലാണ്. അത്ര പുറകിലല്ല പാലിനർത്ഥം. അപ്പോൾ ഒരു ശ്രമം നല്ല നിലക്ക് നടത്തിയാൽ ഈ 2 വർഷത്തിനുള്ളിൽ തന്നെ നമുക്കിത് നേടിയെടുക്കാൻ കഴിയും. ഇതിന്
പാലിൻ്റെ മേഖല എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം കന്നുകാലികളെ വളർത്തുന്ന കർഷകർ തന്നെയാണ്. ഇപ്പോൾ വകുപ്പുകളെടുത്താൽ വിവിധ വകുപ്പുകൾ ഇതിൻ്റെ ഭാഗമായി ഒത്തുചേരേണ്ടതായിട്ടുണ്ട്. കന്നുകാലികൾ വളർത്തുന്നതിന് പ്രോത്സാഹനം നൽകുന്ന മറ്റൊട്ടേറെ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ വിവിധ വകുപ്പുകൾ, ഏജൻസികൾ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, ക്ഷീരസംഘങ്ങൾ ഇവയെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ഇതിൻ്റെ ഭാഗമായി സർക്കാർ ഉദ്ദേശിക്കുന്നത്. ക്ഷീരമേഖലയുടെ വികസനത്തിനും പ്രോത്സാഹനത്തിനുമായി നടത്തിയ മാധ്യമ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ക്ഷീര വികസന വകുപ്പ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ ചടങ്ങിൽ വച്ച് വിതരണം ചെയ്തു. ഈ രംഗത്തെ മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം തിരുവനന്തപുരം ദൂരദർശന്റെ കൃഷിദർശൻ പരിപാടിക്ക് ലഭിച്ചു. 10,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങിയതായിരുന്നു പുരസ്കാരം. ദൂരദർശന് വേണ്ടി കൃഷിദർശൻ പ്രൊഡ്യൂസർ KS രാജശേഖരൻ മുഖ്യമന്ത്രിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. കുറിച്ചി രാജശേഖരൻ സംവിധാനം ചെയ്ത പട്ടാഴിയിൽ ഒരു അമ്പാടി എന്ന ചിത്രീകരണത്തിനായിരുന്നു പുരസ്കാരത്തിന് അർഹമായത്. വിവിധ സംസ്ഥാനങ്ങളിലെ തനിനാടൻ പശുക്കളെ വളർത്തി പാലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും തയ്യാറാക്കുന്ന കൊല്ലം ജില്ലയിലെ പട്ടാഴിയിലുള്ള ശ്യാംകുമാർ എന്ന യുവാവിന്റെ കാർഷിക പ്രവർത്തനങ്ങളെ അധീകരിച്ച് തയ്യാറാക്കിയതായിരുന്നു ഈ ഡോക്യുമെന്ററി. പശുപരിപാലന രംഗത്തും വിപണന മേഖലയിലും ക്ഷീരകർഷകർ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ ഒഴിവാക്കുന്നതിന്റെ പ്രത്യാശാനിർഭരമായ സാക്ഷ്യപ്പെടുത്തലായി മാറുകയായിരുന്നു പട്ടാമ്പിയിൽ നടന്ന സംസ്ഥാന ക്ഷീരസംഗമം. ക്ഷീരമേഖലയിലേക്ക് കർഷകരെ കൂടുതൽ അടുപ്പിക്കുന്നതിനും ഉറപ്പിച്ചു നിർത്തുന്നതിനും ക്ഷീരമേഖലയെ പരിപൂർണ സംരക്ഷണം നൽകുന്നതിനുമായി സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് കൈക്കൊണ്ട വൈവിധ്യമായ പദ്ധതി പരിപാടിയുടെ പ്രഖ്യാപനം കൂടിയായി ക്ഷീരസംഗമ വേദി മാറിയപ്പോൾ പാലുൽപാദനത്തിലെ സ്വയം പര്യാപ്തമാർന്ന ഒരു പാലാഴി തിരയിളക്കം തന്നെ ദൃശ്യമായിരുന്നു. പ്രത്യേകിച്ചും പാലിന്റെ കാര്യത്തിൽ വളരെ മുൻപിൽ നിൽക്കുന്ന ഒരു ഉപഭോഗ സംസ്ഥാനം എന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ അത് ഏറെ പ്രസക്തവുമാവുകയായിരുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और PVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജൈവവാതക പ്ലാന്റ് നിർമ്മിക്കാൻ സഹായം. ഉൽപാദന വർധനവിന് റബ്ബർ ബോർഡ് പരിശീലനം.
ജൈവ കൃഷിയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ്. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയ ജൈവവാതക വികസന പദ്ധതി പ്രകാരം കൃഷിഭവൻ മുഖേന ജൈവവാതക പ്ലാന്റ് നിർമ്മിക്കാൻ സഹായം നൽകുന്നു. 1 ക്യൂബിക് മീറ്റർ പ്ലാന്റിന് 5500 രൂപയും 2 മുതൽ 6 ക്യൂബിക് മീറ്റർ വരെ വലിപ്പമുള്ള പ്ലാന്റുകൾക്ക് 9000 രൂപയും ധനസഹായം ലഭിക്കും. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ഇത് യഥാക്രമം 7000 രൂപയും 11000 രൂപയുമാണ്. താൽപര്യമുള്ള കർഷകർ അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സംഘടിപ്പിക്കുന്ന ജൈവ വൈവിധ്യ പ്രദർശനം ഈ മാസം 22 മുതൽ 26 വരെ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കും. ഇതോടനുബന്ധിച്ച് 26-ന് രാവിലെ 10 മണിക്ക് പരമ്പരാഗത കർഷകർ, പരിസ്ഥിതി സംരക്ഷകർ, നാട്ടറിവുകളുടെ സംരക്ഷകർ, പരിസ്ഥിതി സംഘടനകൾ എന്നിവരുടെ സംഗമം ഹരിത സംഗമം എന്ന പേരിൽ നടത്തുന്നു. ഉൽപാദന വർധനവിനായി റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. റബ്ബർ വ്യവസായ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ, കൂടുതൽ ഫലപ്രദമായ നിർമ്മാണ നടപടികൾ, നിലവാരമുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഫലപ്രദമായ ഉപയോഗം, പാഴ്ചെലവ് കുറയ്ക്കുന്ന നടപടികൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏകദിന പരിശീലനം ഈ മാസം 16-ന് കോട്ടയത്ത് സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0481 235 1313. മറ്റൊരു നമ്പർ 0481 235 3127. കോഴിക്കോട് കൃഷി വിജ്ഞാന കേന്ദ്രം കാർഷിക വിളകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് പരിശീലനം സംഘടിപ്പിക്കുന്നു. ഈ മാസം 16-നാണ് പരിശീലനം. താൽപര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0496 266 6041. വയനാട്ടിലെ കാരാപ്പുഴ അണക്കെട്ടിനോട് ചേർന്നുള്ള വെള്ളടക്കുന്നിൽ വർണ്ണ മത്സ്യ അക്വേറിയം പ്രവർത്തനം തുടങ്ങി. 3000 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള അക്വേറിയത്തിൽ അപൂർവ ഇനങ്ങളിലുള്ള നിരവധി വർണ്ണ മത്സ്യങ്ങളുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് സന്ദർശകർക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. കൂടാതെ വർണ്ണ മത്സ്യങ്ങളെ കാണാനും അവയുടെ പരിപാലനം മനസ്സിലാക്കാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കേരള ജൈവ കർഷക സമിതി ജൈവ കൃഷിയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നു. ഒരു ബാച്ചിൽ 40 പേർക്ക് പ്രവേശനം നൽകും. കോഴ്സിന്റെ ഭാഗമായി ജൈവ കൃഷിയിൽ പ്രായോഗിക വൈദഗ്ധ്യം നേടാനുള്ള പാഠ്യപദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8129001449. നമ്പർ ഒരിക്കൽ കൂടി 8129001449. വെള്ളരിവർഗ പച്ചക്കറികളിലെ മൊസൈക്ക് രോഗം പടർത്തുന്ന വെള്ളീച്ചയെയും പച്ചത്തുള്ളനെയും തടയാൻ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കണമെന്ന് വെള്ളായണി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,800 രൂപ, കോഴിക്കോട് 13,900 രൂപ. കൊപ്ര കൊച്ചി 8,630, കോഴിക്കോട് 8,800. കുരുമുളക് അൺഗാർബിൾ 59,600, ഗാർബിൾ 62,600. ചുക്ക് മീഡിയം 13,500, ബസ്റ്റ് 14,500. മഞ്ഞൾ സേലം 9,600, ഈറോഡ് 9,800. അടയ്ക്ക പഴയത് 19,000-നും 20,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 15,200, RSS 4-ാം ഗ്രേഡ് 16,100. കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 15,300, റബ്ബർ RSS 4-ാം ഗ്രേഡ് 16,100 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 12,800 രൂപ, കൊപ്ര 8,630, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300, റോട്ടറി 2,700. കുരുമുളക് അൺഗാർബിൾ 59,600, ഗാർബിൾ 62,600. ചുക്ക് മീഡിയം 13,500, ബസ്റ്റ് 14,500. മഞ്ഞൾ നാടൻ 11,500. അടയ്ക്ക പുതിയത് 16,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250-നും 275-നും മധ്യേ. തൊണ്ടില്ലാത്തത് 440-നും 470-നും മധ്യേ. ജാതിപത്രി 550-നും 600-നും മധ്യേ. ഗ്രാമ്പു 770. റബ്ബർ RSS 5-ാം ഗ്രേഡ് 15,200, RSS 4-ാം ഗ്രേഡ് 16,100. ഒട്ടുപാൽ 10,800, ലാറ്റക്സ് 10,000 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.9 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 36.5, 23.5. കൊച്ചി 35.3, 20.8. ആലപ്പുഴ
33.5 22.5. പുനലൂർ 35.2 19. തിരുവനന്തപുരം കൂടിയ താപനില 34.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം. ഇതാ വേറെന്തെങ്കിലും മതി. ഇതെന്താ ചേട്ടാ ഇത്ര കുറിച്ച് രാസവളം മതിയോ? കൃഷിപ്പണി വിടുവാണോ? കൃഷിപ്പണിയല്ല, വിവരക്കൽ വിടുകയാണ്. മണ്ണ് പരിശോധിപ്പിച്ചു. ഇനി മുതലാളി എത്ര വളം വേണോ അത്രയും മാത്രമേ വയലിലിടുവാ. കർഷക സഹോദരരെ, ഇന്ന് തന്നെ ജില്ലയിൽ അടുത്തുള്ള ഭൂമി പരീക്ഷണ ലബോറട്ടറിയിൽ തീർച്ചയായും മണ്ണ് പരിശോധിപ്പിക്കുക. മണ്ണിൽ പോഷകതത്വങ്ങളും ഈർപ്പവും ചെടിയുടെ വളർച്ചയും കണക്കിലെടുത്ത് ആവശ്യത്തിന് മാത്രം പോഷകതത്വം ചേർക്കുക. പിന്നെ മണ്ണിൽ സൾഫർ, സിങ്ക്, ബോറോൺ പോലുള്ള സൂക്ഷ്മ പോഷകങ്ങൾ ഉണ്ടോ എന്ന് നോക്കാനും മറക്കരുത്. രാസവളത്തിന്റെയും ജൈവവളത്തിന്റെയും ശരിയായ ഉപയോഗം വഴി ഭൂമിയുടെ വളക്കൂറ് നിലനിർത്തൂ, ഉൽപാദനം വർദ്ധിപ്പിക്കൂ, ചെലവ് കുറയ്ക്കൂ, വിലപ്പെട്ട വിദേശ നാണ്യം ലാഭിക്കാനും സഹായിക്കൂ. മന്ദഗതിയിൽ നൈട്രജൻ പുറത്തുവിടുന്ന രാസവളങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്കുകളാണ് യൂറിയ പോലുള്ളവയ്ക്ക് മുൻഗണന നൽകൂ. പിന്നെ ഇലകളിൽ യൂറിയ തളിക്കുക. അല്ല, ചേട്ടൻ ശരിക്കും ബുദ്ധിശാലി ആയല്ലോ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ജില്ലാ കൃഷി ഓഫീസർ അല്ലെങ്കിൽ കിസാൻ കോൾ സെന്റർ.